കൊണ്ട് അവിടെ വെയിലത്തോണ്ട് പോയി. നാളെ ആവുമ്പോൾ മറ്റേ റബ്ബർ ഷീറ്റ് അടിക്കുക അവിടെ കൊണ്ടുപോയി വെസ്റ്റ് ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ആഫ്രിക്കൻ കൾച്ചറും അവരുടെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കണ്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ എന്റെ കണ്ണിലൊടുക്കിയ ഒരു ഐറ്റമാണ് നൈജീരിയൻ കസാവ ഫുഫു. പേര് കേട്ടാൽ ആള് റിച്ച് ആണ്, പക്ഷേ സാധനം നമ്മുടെ കപ്പയാണ് കേട്ടോ. ഇവനാണല്ലോ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യം കപ്പ എടുത്ത് തൊലിയെല്ലാം പീൽ ഓഫ് ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചിടുക. ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. കുറച്ച് വേവ് കൂടിയ കപ്പ കിട്ടിയാൽ അത്രയും ബെറ്റർ. പിന്നെ ഈ ഒരു ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ കപ്പയൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ദേ ഇങ്ങനെ. ഒരുപാട് കട്ടിയാവാനും പാടില്ല, ലൂസ് ആവാനും പാടില്ല, ഒരു മീഡിയം കൺസിസ്റ്റൻസിയിലായിരിക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഡയറക്റ്റ് ആയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. നോൺ സ്റ്റിക് പാൻ എടുക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഇത് കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട് ഇളക്കി വരാൻ നോൺ സ്റ്റിക് പാൻ ആണ് ബെറ്റർ. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കാണല്ലോ ഇതിന്റെ ഒരു ഇത്. ഭാഗ്യത്തിന് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ ഇളക്കി എന്റെ കൈ ഒടിഞ്ഞേനെ. ഇതൊരു സ്റ്റിക്കി പരുവത്തിലെത്തും വരെ നമ്മൾ ഇളക്കണം. ദേ ഇങ്ങനെ. ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അച്ഛന്റെ എൻട്രി. അച്ഛന്റെ കമന്ററി കേട്ടാലോ. അടിപൊളി ടേസ്റ്റാ. 5 മിനിറ്റത്തെ ഇളക്കൽ കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ആഫ്രിക്കൻ കസാവ ഫുഫു റെഡി ആയിട്ടുണ്ട്. പാനിന്റെ ഈ സൈഡ് കണ്ടപ്പോൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉരുകി ഒട്ടിയിരിക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ നമ്മുടെ ഫുഫു റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സെർവിംഗ് ഒക്കെ കഴിഞ്ഞു. ഫസ്റ്റ് നമുക്ക് അച്ഛനെ കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചു നോക്കാം. ഞാൻ എന്ത് സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലും ആദ്യം ടെസ്റ്റ് ചെയ്യുന്നത് അച്ഛനാട്ടോ. രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയൊക്കെ കൂട്ടി നമുക്ക് ഫൂഫു കൊടുത്തു നോക്കാം. അച്ഛൻ ചീത്ത വിളിക്കേണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇത് മറ്റേ സൗത്ത് ആഫ്രിക്കയിലെ അവന്മാർ തിന്നണ പോലെ ഉണ്ടല്ലോ. കോപ്പടിച്ച് പോണെങ്കിൽ പോത്ത് ഉണ്ടാക്കിയായിരുന്നു. ഇത് മറ്റേ ഇത് റബ്ബർ മരത്തിന്റെ മറ്റേ പാല് വരും പോലെ ഉണ്ടല്ലോ, ഇരിക്കുന്നു. ഇത് ആമാർക്കേ പറ്റുള്ളൂ കേട്ടോ നീക്കരുത്. അപ്പോ നീ വേണ്ട എന്നാ മതി, ലിവറൊക്കെ പോവും. ഈ സാധനം കൊണ്ട് അവിടെ വെയിലത്തോണ്ട് പോയി. നാളെ ആവുമ്പോൾ മറ്റേ റബ്ബർ ഷീറ്റ് അടിക്കുക അവിടെ കൊണ്ടുപോയി വെസ്റ്റ് കൊണ്ടുപോയി. അപ്പോ എനിക്ക് വേണ്ട. ചിക്കൻ കറി സൂപ്പർ. ഇതിന്റെ ഈ അരുവയില്ലേ, റബ്ബർ ഷീറ്റില്ലേ, ഇത് അടിക്കാനേ കൊള്ളാവൂ. അല്ലെങ്കിൽ ഒരു കാര്യം ഇതിനവര് പാലും പഞ്ചസാരയും ശർക്കരയും അവരെല്ലാം കൂടെ ഇട്ടിട്ടത് കിണ്ടി ഒരു അരുവ എന്നാ പറഞ്ഞ റബ്ബർ ഷീറ്റ് അടിക്കാം. ഞാൻ പറഞ്ഞു റബ്ബർ ഷീറ്റ് അടിക്കും. അവളെ കൊണ്ട് തിന്നിട്ട് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ഗുളു ആയിട്ടുള്ളതുണ്ട്. പണ്ട് പോലെ ജില്ലി മിഠായിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷുവറായിട്ട് ഇഷ്ടപ്പെടും. ഇതൊന്നിട്ട് ഇറക്കാനും ചായക്കാനൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് പോലെ. വൺസ് ട്രൈ ചെയ്യാനേ കൊള്ളാം ഗൈസ്. ആ കപ്പയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. ആക്ച്വലി ചിക്കൻ കറി ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ മീൻ കറി, ചിക്കൻ കറി, ബീഫ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. പക്ഷേ വൺസ് മാത്രം ട്രൈ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ലൈഫിൽ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, അതിന് വേണ്ടി മാത്രം. ചിലവർക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്നെ കൊണ്ട് ആകെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ട്രൈ ചെയ്യുന്ന ഞാനാണ്. പക്ഷെ എനിക്ക് ഒരു ചോദിച്ചു കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നു. കണ്ടോ, ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ. കപ്പയും മീനും കഴിച്ച് ശീലിച്ചവർക്ക് ഇത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല. കുട്ടികൾക്കൊന്നും കൊടുത്ത് റിസ്ക് എടുക്കണം കേട്ടോ. അണ്ണാക്കിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. 12 seconds later. അച്ഛനെ കൊണ്ട് കൊടുക്ക. അച്ഛന് എനിക്ക് പിന്നെ പട്ടിക ഉണ്ട് കേട്ടോ. പട്ടിയുടെ തൊണ്ടയിലൊന്നും ഇരിക്കില്ല. ചവച്ച് കഴിച്ചു.